കോട്ടയത്ത് ഭക്ഷ്യസുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണിപ്പോൾ പുറത്തുവരുന്നത്. നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും നടത്തിയ പരിശോധനയിൽ ദിവസങ്ങൾ പഴക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. പഴകിയ ഭക്ഷണം വീണ്ടും ചൂടാക്കി പുതിയ ഭക്ഷണത്തോടൊപ്പം നൽകി ഉപഭോക്താക്കളെ വഞ്ചിച്ചെന്ന ഗുരുതര കണ്ടെത്തലാണ് അധികൃതർ നടത്തിയിരിക്കുന്നത്. കോട്ടയം നഗരസഭ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നടത്തിയത്. നഗരത്തിലെ 22 ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും നടത്തിയ പരിശോധനയിൽ 9 സ്ഥാപനങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിയത്. ഇതോടെ നഗരത്തിലെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വീണ്ടും ശക്തമായിരിക്കുകയാണ്. പരിശോധനയിൽ പിടികൂടിയത് ദിവസങ്ങൾ പഴക്കമുള്ള ചോറ്, നൂഡിൽസ്, ബീഫ്, ചിക്കൻ കറി, മീൻകറി, അൽഫാം, കുഴിമന്തി തുടങ്ങിയ ഭക്ഷണങ്ങളാണ്. ചില ഭക്ഷണങ്ങൾക്ക് ഗന്ധവും നിറവും വരെ മാറിയ നിലയിലായിരുന്നുവെന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഇതിലും ഭീകരമാണ്. പഴകിയ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിന് പകരം വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുകയും പുതുതായി തയ്യാറാക്കിയ ഭക്ഷണത്തോടൊപ്പം ചേർത്ത് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നതായാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ദിവസേന ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തെ ഇത് ഗുരുതരമായി ബാധിക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ചെറിയ അശ്രദ്ധ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം വരെയും നയിക്കാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പഴകിയ ഭക്ഷണത്തോടൊപ്പം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പരിശോധനയിൽ പിടികൂടിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നഗരസഭ ആരോഗ്യ വിഭാഗം പിഴ ചുമത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നും പരിശോധനകൾ ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. കോട്ടയത്ത് അടുത്തിടെ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ജ്യോതിഷ് എന്ന യുവാവ് മരണപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നഗരസഭാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയത്. ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും ശുചിത്വവും ഉറപ്പാക്കുന്നതിനായി ഇനിയും വ്യാപക പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഉപഭോക്താക്കളും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. ഭക്ഷണത്തിന് അസാധാരണമായ ഗന്ധമോ നിറമാറ്റമോ അനുഭവപ്പെട്ടാൽ ഉടൻ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് സുരക്ഷിതമായി കഴിക്കാവുന്നതാണോ എന്ന് പോലും പരിശോധിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ദിവസേന വിശ്വസിച്ച് കഴിക്കുന്ന ഭക്ഷണം പോലും ഇനി സംശയത്തിന്റെ നിഴലിലാണെന്ന ആശങ്കയാണ് ഇത്തരം സംഭവങ്ങൾ ഉയർത്തുന്നത്. വിശപ്പടക്കാൻ വാങ്ങുന്ന ഭക്ഷണം ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇനി നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും 2 വട്ടം ചിന്തിച്ച ശേഷം മാത്രമേ വായിലേക്ക് വെക്കാനാകൂ എന്നതാണ് യാഥാർത്ഥ്യം. ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശുചിത്വവും ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും ഉറപ്പാക്കേണ്ടത് ഇനി ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്.